രണ്ടുപേരും പേര് ആൻഡ് ടീം. എന്റെ പേര് അജിത്ത്. നമ്മൾ ഗോൾട്ടൺ മെറ്റഡോട്സിനെ റെപ്രസെന്റ് ചെയ്താണ് വരുന്നത്. സർ എന്റെ പേര് ഗോപികൃഷ്ണ. ഞാനാണ് ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നത്. ബട്ട് കറന്റ് ഈ ടൂർണമെന്റിൽ ആസ് ദി മെന്റർ ഐ എം നോട്ട് പ്ലേയിങ്. ടീം ഓണറായിട്ട് അജിത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ നിന്ന് കളിച്ചു പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഫ്രാഞ്ചൈസി കീപ്പ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഗോൾഡൻ മെറ്റഡോസ് ആ ഒരു പേര് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതിന്റെ മീനിങ് എന്താണ്? മെറ്റഡോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് ബുൾസ്, അല്ലെങ്കിൽ അതിന് ഫൈറ്റിംഗ് ബുൾസിന് അഗേൻസ്റ്റ് അല്ലെങ്കിൽ റേജിംഗ് ബുൾസിന് അഗേൻസ്റ്റ് നിൽക്കുന്ന ബോൾഡ് ഫിഗേഴ്സിനെയാണ് സ്പാനിഷ് ടേമാണ് മെറ്റഡോഴ്സ് എന്ന് പറയുന്നത്. ഗോൾട്ടൺ ഇസ് എ ബ്രാൻഡ് നെയിം. ഐ ഓൺ കപ്പിൾ ഓഫ് കമ്പനീസ് ഇൻ ദ നെയിം ഓഫ് ഗോൾട്ടൺ. അപ്പൊ ആ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നു എന്നുള്ള പെർസ്പെക്റ്റീവ് ആണ്. ആൻഡ് വി ആർ വെരി പ്രോമിനന്റ് ഇൻ ക്രിക്കറ്റ് ഫീൽഡ്. അപ്പൊ അത് ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ടൂർണമെന്റ്സിനും നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടും പിന്നെ അൻസാരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബ്രദർലി ആണ്, ജിക്സൺ ആയാലും. അപ്പൊ അവരൊരു ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ ഈ ഒരു ഓപ്ഷനുള്ള ഗെയിം പ്ലാൻ സ്ട്രാറ്റജി എന്താണ്? പബ്ലിക് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ നിന്ന് മാക്സിമം ആൾക്കാരെ ടീമിലേക്ക് എടുക്കുക എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഫൺ. കാരണം ഇതൊരു എന്താ പറയാ, ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊന്നുമല്ല. സോ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഫൺ ആൻഡ് വി ആർ ഹിയർ ഫോർ എന്റർടൈൻമെന്റ്. അപ്പൊ അതുകൊണ്ട് അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ടീം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അറിയാത്ത ലക്ക് ഫാക്ടർ ഉള്ള നല്ല പ്ലേയേഴ്സ് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരു ഡെഫിനറ്റ് ഗെയിം പ്ലാൻ ഒന്നും ഇല്ല. കാരണം ഐക്കൺസ് തന്നെ നമ്മുടെ പ്രോമിനന്റ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ലെറ്റ്സ് ലുക്ക് ഫോർവേഡ് ഇൻ ടു എ ഗുഡ് കോമ്പറ്റീഷൻ. സ്ട്രാറ്റജി പ്ലസ് ഒരു ഇൻസ്റ്റിങ് വെച്ച് മുന്നോട്ട് പോവാ. പാഷൻ, ഇൻസ്റ്റിങ്, മോർ ദാൻ ഇൻസ്റ്റിങ് ഇറ്റ്സ് പാഷൻ. പാഷൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഓ, താങ്ക് യു സോ മച്ച്. Yeah, nice.